അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ പ്രാരംഭ ഭാഗം മാത്രം നമ്മൾ വായിച്ച് ധ്യാനിക്കുവാൻ പോകുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം, അതിൻ്റെ പ്രാരംഭ ഭാഗം മാത്രം. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. ആമേൻ. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. ആമേൻ. ഇത് അപ്പോസ്തലന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. അതുമാത്രമല്ല, ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ അവർ ഒരു മണ്ഡപത്തിൽ, ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ അവർ കടന്നു വരുന്ന ഒരു സമ്മേളനം ഉണ്ടായി വരികയാണ്. അത് അങ്ങനെ അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അനേക പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിക്കുകയും ചേർന്ന് വരികയും ചെയ്യുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മാത്രമല്ല, ഇനിയും അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ജനത്തിൻ്റെ ഇടയിൽ നടന്ന അത്ഭുതങ്ങൾ, പോർച്ചിൽ മണ്ഡപത്തിൽ നടന്ന അത്ഭുതങ്ങൾ, ഇപ്പോൾ അടുത്തതായി പത്രോസിൻ്റെ വഴികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങുകയാണ്. പോർച്ചിൽ നിന്ന് വഴിത്താരകളിൽ മുഴുവനും ശുശ്രൂഷയുടെ വികസനങ്ങൾ സംഭവിക്കുന്നതിനെ കാണുകയാണ്. വീണ്ടും മാത്രമല്ല, അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വഴികളിൽ നിന്ന് ശുശ്രൂഷ പിന്നെയും വിശാലപ്പെട്ട് പട്ടണത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക്, യെരൂശലേം പട്ടണത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് ശുശ്രൂഷ വിശാലപ്പെടുന്നതിനെ കാണുവാൻ കഴിയും. അങ്ങനെ ശുശ്രൂഷ വിശാലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മഹാപുരോഹിതനെ നമുക്ക് കാണുവാൻ കഴിയും. മഹാപുരോഹിതൻ അവിടെ പറയുന്നത്, മഹാപുരോഹിതനെ കുറിച്ച് പറയുകയാണ്. പിന്നെ മഹാപുരോഹിതനും സദൂക്യ മതക്കാരായ അവൻ്റെ പക്ഷക്കാരും. ഇവിടെ നമുക്കൊരു മഹാപുരോഹിതനെ കാണാൻ കഴിയും. ആ മഹാപുരോഹിതൻ്റെ പക്ഷക്കാർ മുഴുവൻ ആരാണെന്നറിയാമോ? സദൂക്യ മതക്കാർ. സദൂക്യരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സദൂക്യർ മരിച്ചവർ പുനരുദ്ധാനം ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. മനുഷ്യൻ മരിച്ചാൽ അതോടുകൂടി ക്ലോസ്, ഇനിയും അതിനപ്പുറമൊന്നുമില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. 2, മനുഷ്യൻ്റെ ശരീരത്തിൽ ജഡവും ചിന്തകളുമുണ്ട്, പക്ഷേ ഒരു ആത്മാവെന്ന് പറയുന്ന സാധനം ഇല്ല. ആത്മാവെന്ന് പറയുന്നതൊന്നുമില്ല. 3-ാമതായി പറയുന്നു, ദൂതന്മാരെന്ന് പറയുന്ന സംഗതി ഇല്ല. ആത്മാവില്ല, ദൂതന്മാരില്ല, മരിച്ചവരുടെ പുനരുദ്ധാനമില്ല. ഒരുത്തൻ തീർന്നു, അവൻ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകത്തില്ല. മാനുഷികമായ സഹായമല്ലാതെ, അമേൻ, ഔട്ട് ഓഫ് ദ കോർട്ട്, ശ്രദ്ധിച്ച് ബൈബിൾ പിന്നീട് വായിക്കാം. മറ്റൊരിടത്തു നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല? സഹായം ലഭിക്കത്തില്ല. മറ്റൊരിടത്തു നിന്ന് മനുഷ്യന് സഹായം ലഭിക്കത്തുമില്ല. മനുഷ്യൻ തീർന്നാൽ അവിടെ തീരുകയും ചെയ്തു. ഇവനാണ് ഇപ്പോൾ ആരായിരിക്കുന്നതെന്നറിയാമോ? മഹാപുരോഹിതനായി ഇരിക്കുന്നത്. റിവൈവലുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നാൽ, ആത്മീയ നേതൃത്വങ്ങളുടെ ഇടയിൽ ഉണർവിൻ്റെ വെളിപ്പാടില്ലാത്തവർ വരുമ്പോൾ, ആത്മീയ നേതൃത്വത്തിൻ്റെ ഇടയിൽ ഉയർപ്പിൻ്റെ പ്രത്യാശയില്ലാത്തവർ കടന്നു വരുമ്പോൾ, അവിടെ ഒരു റിവൈവൽ ദൈവം അതിന് പാരലലായി ആരംഭിക്കുകയാണ്. ഇങ്ങനെ അവർ ചെയ്യുമ്പോൾ അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. ഞാൻ ഇതിനകത്തുനിന്നൊരു കാര്യം പറയാം. പട്ടണത്തിന് പുറത്തുള്ളവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്നു, ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുന്നു, അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്നു, അടയാളങ്ങളെ ചെയ്യാൻ കഴിയുന്നു. പക്ഷേ ഇവരെ പിടിക്കുമ്പോൾ, ഇവരെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് അപ്രത്യക്ഷരാകാൻ കഴിഞ്ഞില്ല. ഇവർക്ക് അവിടെ ഒരു മിറക്കിൾ എസ്കേപ്പ് നടത്തുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന എത്ര വലിയ ശുശ്രൂഷയും അധികാരവും അഭിഷേകവും നമ്മിൽ ക്യാരി ചെയ്യപ്പെടുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് എന്തു ലഭിക്കാതെ വന്നേക്കാം? വിടുതലുകൾ ലഭിക്കാതെ വന്നേക്കാം. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്ന അപ്പോസ്തലന്മാർ പിടിക്കപ്പെടുന്നു. എന്താ ഇത്രയും നേരം വ്യാപരിച്ചു കൊണ്ടിരുന്ന കൃപ അവരിൽ വ്യാപരിക്കാഞ്ഞത്? ഇത്രയും നേരം അവരിൽ ഉണ്ടായിരുന്ന അത്ഭുതകരമായ സാന്നിധ്യങ്ങളൊന്നും അവരിൽ വെളിപ്പെടാതിരുന്നത്? അസൂയ നിറഞ്ഞ ശത്രുക്കൾ അപ്പോസ്തലന്മാരെ പിടിച്ചു പൊതു തടവിൽ
തടവിലാക്കി. ഞാൻ അതിനകത്തുനിന്ന് അവസാനത്തെ എഴുന്നേറ്റു എന്നുള്ളതിന് ശേഷമുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോസ്തലന്മാർ പിടിക്കപ്പെട്ടു, അപ്പോസ്തലന്മാർ തടവിലാക്കപ്പെട്ടു. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവിനാൽ അയക്കപ്പെടുന്നവൻ എന്നാണ്. കർത്താവിനാൽ അയക്കപ്പെട്ടവൻ ഇപ്പോൾ എന്ത് ചെയ്യപ്പെട്ടു? പിടിക്കപ്പെട്ടോ. ആമേൻ. എന്തൊരു കോൺട്രഡിക്ടറി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. കർത്താവിനാൽ അയക്കപ്പെട്ടവൻ പിടിക്കപ്പെട്ടോ, കർത്താവിനാൽ അയക്കപ്പെട്ടവൻ തടവിലാക്കപ്പെട്ടോ. വാഗ്ദത്തങ്ങൾക്ക് വിപരീതമായി ചിലത് സംഭവിക്കാം, പ്രതീക്ഷകൾക്ക് വിപരീതമായി ചിലത് സംഭവിക്കാം, സ്വപ്നങ്ങൾക്ക് വിപരീതമായി ചിലത് സംഭവിക്കാം. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മളുടെ വായിച്ച 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 22-ാം വാക്യത്തിൽ ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. ആമേൻ. മഹാപുരോഹിതനും സദൂക്യരും കൂടെ ഇപ്പോൾ ചേവകരെ വിട്ടിട്ട് പറഞ്ഞു, ആ കാരാഗ്രഹത്തിലേക്ക് ചെല്ല്, ആ കാരാഗ്രഹത്തിൽ അപ്പോസ്തലന്മാർ കിടപ്പുണ്ട്. ഇവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ പണിത കാരാഗ്രഹത്തിനകത്ത്, ഞങ്ങൾ പിടിച്ച ഇടത്ത്, ഞങ്ങൾ പൂട്ടിയ ഇടത്ത്, ഞങ്ങൾ ഒതുക്കിയ ഇടത്ത് അപ്പോസ്തലന്മാർ കാണും എന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ ചേവകർ ചെന്നപ്പോൾ കാരാഗ്രഹത്തിൽ അപ്പോസ്തലന്മാർ ഇല്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തിൻ്റെ അടുക്കൽ ദൂതിലേക്ക് കയറട്ടെ. നിന്നെ കാരാഗ്രഹത്തിൽ കാണാമെന്ന് ചിലർക്ക് പ്രതീക്ഷയുണ്ട്, പക്ഷേ they cannot. ആമേൻ. നിന്നെ കാരാഗ്രഹത്തിൽ കാണാം. ആമേൻ. നിന്നെ കാണാം ബന്ധനത്തിൽ കാണാം, നിന്നെ കാണാം രോഗക്കിടക്കയിൽ കാണാം, നിന്നെ കാണാം കരഞ്ഞു കലങ്ങിയ കണ്ണിനകത്ത് കാണാം, നിന്നെ കാണാം ശാപത്തിൻ്റെ കാരാഗ്രഹത്തിനകത്ത്, രോഗത്തിൻ്റെ കാരാഗ്രഹത്തിനകത്ത്, പാപത്തിൻ്റെ കാരാഗ്രഹത്തിനകത്ത്, കടഭാരത്തിൻ്റെ കാരാഗ്രഹത്തിനകത്ത്, ജീവിതത്തിൻ്റെ നശിച്ച കാരാഗ്രഹത്തിനകത്ത് നിന്നെ കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചിലരുണ്ടല്ലോ. പക്ഷേ ഇന്ന് രാത്രി അപ്പോസ്തലപ്രവൃത്തി 5:22 ഞാൻ എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്താൽ എന്നിൽ വ്യാപരിക്കുന്ന പ്രവചനാധികാരത്തിൽ നിന്റെ മേൽ റിലീസ് ചെയ്തു പറയുന്നു, അവർ ചിന്തിക്കുന്ന ഇടത്ത് നിന്നെ കാണുകയില്ല. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, എന്നെ കാരാഗ്രഹത്തിൽ കാണാൻ പറ്റുകയില്ല. ആമേൻ. പലരും പ്രതീക്ഷിക്കുന്നത് ആ കാരാഗ്രഹത്തിൽ എന്നെ കാണാമെന്നാണ്. പക്ഷേ ആ കാരാഗ്രഹത്തിൽ എന്നെ കാണാൻ പറ്റത്തില്ല, ആ തടവറയിൽ എന്നെ കാണാൻ പറ്റത്തില്ല. എന്നെ പെട്ടിയിലാക്കി വന്ന് നിന്ന് റീത്ത് വെക്കാമെന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ട്. കാണത്തില്ലെന്നേ. ആമേൻ. എന്നെ പെട്ടിക്കകത്ത് കാണത്തില്ല. ഇന്ന് രാത്രി അധരം തുറന്നു പറ, ആമേൻ. ശാന്തമഹസിയ പ്രമർഥാനിയ. എന്നെ പെട്ടിയിലാക്കി കാണാമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നെ അതിൽ കാണുകയില്ല. പ്രോസ്മഥാനിയ പ്രിമമമമോ ശിഖലമഹതുരിയാംസ് പ്രിമനിയം കരോസ് സഥാനി മിമിബിബിയോസ് ലിതർഖനിമിഹം സ്മരോയിഡമസ്മേ. മറിയം വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ട് അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു, അവൾ എവിടെ പോവുകയാണെന്നറിയാമോ? കല്ലറയ്ക്ക് പോവുകയാ. എന്തിനു പോവുകയാ? കരയാൻ പോവുകയാ. എല്ലാവർക്കും ഒരു പെർസെപ്ഷൻ, ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. ആമേൻ. ഇവളിനി പോയാൽ എവിടെ വരെ പോകത്തുള്ളൂ? കല്ലറ വരെ പോകത്തുള്ളൂ. അവിടെ പോയി അവൾ എന്ത് ചെയ്യത്തേ ഉള്ളൂ? അവൾ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ അവൾ അവിടെ ഇരുന്നവരുടെ പദ്ധതികളെ തിരുത്തി അവൾ ബഥാനിയുടെ ഗ്രാമവാതിൽക്കലേക്ക് ഓടാൻ തുടങ്ങി. അവൾ ആ ഗ്രാമവാതിൽക്കലേക്ക് ഓടിയപ്പോൾ ആമേൻ, അവളുടെ അരുമനാഥൻ വാതിൽക്കൽ നിൽക്കുകയാണ്. അവളുടെ കരം പിടിച്ച് ആ കല്ലറയുടെ വാതിൽക്കലേക്ക് അവൻ കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഇതാ മനുഷ്യ നിരൂപണങ്ങളെ ഞാൻ തിരുത്തുന്നു. നീ കല്ലറയ്ക്കൽ കരയത്തില്ല, നീ കല്ലറ വാതിൽക്കൽ ഒരു അത്ഭുതമായി മാറ്റപ്പെടും. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. ഇന്ന് രാത്രികാലം പറഞ്ഞാട്ടെ, ചിലർ താമസിയാതെ വരും. നിന്റെ പഴയ സ്റ്റാറ്റസിൽ, പഴയ ഗതികെട്ട അവസ്ഥയിൽ, പഴയ കരഞ്ഞു കലങ്ങിയ അവസ്ഥയിൽ, നിന്റെ പഴയ മുടിഞ്ഞ ഇടപാടിനകത്ത് നിന്നെ ഒന്നുകൂടെ കണ്ട് ഒരു അയ്യോ ഭാവം കാണിക്കാൻ തക്കവണ്ണ അവൻ 1 കിലോ ആപ്പിളും ഒക്കെ ഒരു സഞ്ചിക്കകത്ത് തൂക്കി നിന്റെ വീട്ടിൽ കയറി വരാ. പക്ഷേ അവൻ നിന്റെ വീടിന്റെ വാതിൽക്കലെത്തുന്നതിന് മുന്നമേ നിന്റെ അവസ്ഥ കണ്ട് അവൻ അമ്പരക്കോ, നിന്റെ ജീവിതം കണ്ടവൻ അമ്പരക്കോ. അവൻ കാരാഗ്രഹം എന്ന് എഴുതിയിട്ടത് രോഗിയെ കാണാൻ പോകുമ്പോൾ 3 വിധത്തിൽ പോകുന്നവരുണ്ട്.
3 പ്രതീക്ഷയിൽ പോകുന്നവരുണ്ട്. ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ ചിലർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങും, കർത്താവേ ഞാൻ ചെന്ന അദ്ദേഹത്തെ സൗഖ്യത്തോടെ കണ്ടിട്ട് മടങ്ങി വരണം. കർത്താവേ അദ്ദേഹം രോഗിയാണെന്ന് കേട്ട് ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സൗഖ്യത്തോടെ കണ്ടിട്ട് വരണം. വേറെ ഒരു കൂട്ടരുണ്ട്, രോഗിയാണെന്നറിയാം, രോഗിയെ പോയി കാണണം, മടങ്ങി വരണം. ആമേൻ. ഇനി വേറെ ഒരു കൂട്ടരുണ്ട്, കർത്താവെ സീരിയസ് ആണെന്നാണ് കേൾക്കുന്നത്, ഞാൻ ചെല്ലുന്ന സമയത്ത് നല്ല സമയമായിരിക്കണമേ, അപ്പോൾ തന്നെ കടന്നുപോയി എന്ന് പറയുവാൻ എനിക്കവിടെ നിന്ന് എല്ലാവരെയും വിളിച്ചു പറയണം. ആമേൻ. എനിക്കവൻ്റെ രോഗമല്ല കാണേണ്ടത്, എനിക്കവൻ്റെ മരണമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാനും നീയും രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ മരണം കാണാൻ വരുന്നവരുണ്ട്. അത് നാട്ടുകാരെ എല്ലാം വിളിച്ച് ഞാൻ ആദ്യം വിളിച്ചു പറയണം, എനിക്കായിരിക്കണം അവിടുത്തെ ഫസ്റ്റ് അമേൻ, ഞാനായിരിക്കണം അവിടുത്തെ കൊണാണ്ടർ. വേറൊരു കൂട്ടർ വന്ന് ആശ്വാസം പാടി വീട്ടിൽ നിന്നേ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടുവരും. ഏത് പാട്ട് പാടും? ആ രോഗശയ്യയിലെനിക്ക്, ഇങ്ങനെ വണ്ടിക്കകത്തിരുന്ന് രോഗശയ്യ പാടിക്കൊണ്ടുവരും. അവൻ്റെ പ്രതീക്ഷ അവൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോഴും ഞാൻ ഇങ്ങനെ വലിച്ചു കിടക്കുമെന്ന് ഇല്ല. ആമേൻ. അവൻ വന്നു നിന്നെ കാരാഗ്രഹത്തിൽ കാണുകയില്ല. അവൻ വരുമ്പോൾ അവൻ പ്രതീക്ഷിക്കാത്ത ഫലത്തിൽ വിശ്വസിക്കുന്നവർ. അവൻ നിന്നെ കാരാഗ്രഹത്തിൽ കാണുകയില്ല. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, ആമേൻ, എന്നെ അവൻ കാരാഗ്രഹത്തിൽ കാണുകയില്ല. ജീവിതത്തിൽ നമ്മളെ കാരാഗ്രഹത്തിൽ കാണാം എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് നമ്മളെ കാരാഗ്രഹത്തിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നത്? കാരണം സിമ്പിളാണ്. ഒരിക്കൽ നമ്മളെ എവിടെ കണ്ടു? കാരാഗ്രഹത്തിൽ കണ്ടു. നമ്മളെ കാരാഗ്രഹത്തിൽ കണ്ടു. അതുകൊണ്ട് നമ്മളെ ഇനിയും കാരാഗ്രഹത്തിൽ കാണാമെന്നാണ് അവരുടെ പ്രതീക്ഷ. നോ, കാരാഗ്രഹത്തിൽ എല്ലാ കാലവും ഒരു മനുഷ്യനെ കാണാൻ കഴിയത്തില്ല. 105-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 17-ാം വാക്യത്തിൽ അവിടെ നമുക്ക് ഒരു 105-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യോസേഫ് ഒരു ദാസനായി വിൽക്കപ്പെട്ടോ. യോസേഫ് ഒരു ദാസനായി വിൽക്കപ്പെട്ടോ. വീണ്ടും അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവന് ശോധന വരികയുണ്ടായി. അവൻ ദാസനായി വിൽക്കപ്പെട്ടോ, അവന് ശോധന വരികയുണ്ടായി. അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്: അവൻ വിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിക്കപ്പെടുകയും കുടുങ്ങുകയും ചെയ്തു. യോസേഫിൻ്റെ ചരിത്രം പറയുകയാണ്, അവൻ ദാസനായി വിൽക്കപ്പെട്ടോ. രണ്ടാമതായി പറയുകയാണ് അവൻ ശോധന ചെയ്യപ്പെട്ടോ. മൂന്നാമതായി പറയുകയാണ് അവൻ ബന്ധിക്കപ്പെടുകയും കുടുങ്ങിപ്പോവുകയും ചെയ്തു. ആമേൻ. സ്വപ്നങ്ങളുള്ള, ദർശനങ്ങളുള്ള, വാഗ്ദത്തങ്ങളുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഈ വിൽക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ശോധിക്കപ്പെടുകയും കുടുങ്ങപ്പെടുകയും ബന്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് മുന്നമേ അവനെക്കുറിച്ചൊരു വാക്ക് ദൈവം പറഞ്ഞിരുന്നു. അതിൻ്റെ 17-ാം വാക്യത്തിൽ യഹോവ അവർക്ക് മുമ്പായി ഒരാളെ അയച്ചു. ആമേൻ. ദൈവത്താൽ എല്ലാവർക്കും മുൻപായി അയക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ 4 വേദനകൾ സംഭവിക്കുന്നത്. ഞാനതിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ അവിടെ യോസെഫിനെ നമുക്ക് കാണാൻ കഴിയും. യോസെഫിനെ എവിടെ കാണാൻ കഴിയുമെന്നറിയാമോ? യോസെഫിനെ നമുക്ക് കാരാഗ്രഹത്തിൽ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 40-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 4-ാം വാക്യം, അകമ്പടി നായകൻ അവരെ യോസെഫിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറേ കാലം തടവിൽ കിടന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആൻഡ് ദേ കണ്ടിന്യൂഡ് എ സീസൺ ഇൻവാർഡ്. ആമേൻ. കാരാഗ്രഹത്തിൽ അവരുടെ കാരാഗ്രഹം, യോസെഫിൻ്റെ കാരാഗ്രഹം എന്തായിരുന്നെന്നറിയാമോ? ഇറ്റ് വാസ് എ സീസൺ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നീ കാരാഗ്രഹത്തിൽ കിടക്കും. അത് എന്താണെന്നറിയാമോ? അതൊരു സീസണാണ്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു കഷ്ടതയുടെ സീസണുണ്ട്, ഒരു പ്രതികൂലത്തിൻ്റെ സീസണുണ്ട്, ഒരു കണ്ണുനീരിൻ്റെ സീസണുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ദൈവനിയമിതമായിരിക്കുന്ന എല്ലാ ജീവിതത്തിനകത്തും ഒരു സീസണുണ്ട്, കാരാഗ്രഹത്തിൻ്റെ സീസൺ. മലയാളത്തിൽ കുറേ കാലം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ വളരെ മനോഹരമാണ്: ദേ കണ്ടിന്യൂഡ് എ സീസൺ ഇൻവാർഡ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഒരു സീസണൽ ട്രബിൾ
സീസണുകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഒരു സീസൺ, കഷ്ടതയുടെ സീസൺ, കാരാഗ്രഹത്തിൻ്റെ സീസൺ. അതുകൊണ്ടാണ് 105-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 105-ാം സങ്കീർത്തനം 18-ാം വാക്യം, യഹോവയുടെ വചനം നിവർത്തി ആകുവോളം, യഹോവയുടെ വചനം നിവർത്തി ആകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം ചെയ്യുവോളം ചെയ്യുവോളം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഒരു സീസണാണ്. പക്ഷെങ്കിൽ സീസണൽ ട്രബിളിനകത്തൊരു മനുഷ്യൻ അകപ്പെടുമ്പോൾ ലോകം അവനെ നോക്കി പറയും, ഇത് ഇവൻ്റെ ഡെസ്റ്റിനി ആകുന്നുവെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യുവർ ട്രയൽസ്, യുവർ ടെംപ്ടേഷൻസ്, യുവർ പ്രോബ്ലംസ്, ഇറ്റ്സ് നോട്ട് യുവർ ഡെസ്റ്റിനി, ഇറ്റ്സ് എ സീസണൽ ഓൺലി. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ പ്രതികൂലങ്ങളെ നോക്കി പറയുന്ന രണ്ട് ഭാഗങ്ങളെ ഞാൻ പറയാം. ആമേൻ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അടുത്ത ഭാഗം നിങ്ങളൊന്ന് പറഞ്ഞേ, ആമേൻ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം. അപ്പം കഷ്ടതയ്ക്ക് താൻ ഒരു പേര് പറയുകയാണ്, കഷ്ടത ഈ കാലത്തേക്കുള്ളതാണ്. കമേൻ, ഓൾ ദ ട്രയൽസ്, ഓൾ ദ ട്രബിൾസ് ആർ സീസണൽ. ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന കാരാഗ്രഹത്തിൻ്റെ ഇരുമ്പഴികളാകട്ടെ, ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ഞെരുക്കത്തിൻ്റെ ഇരുട്ടുകളാകട്ടെ, ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന രോഗത്തിൻ്റെ പ്രതികൂലങ്ങളാകട്ടെ, അതിനെ നോക്കി പറ, ഇതെൻ്റെ ഡെസ്റ്റിനി അല്ല, ഇതെൻ്റെ സീസൺ മാത്രമാണ്, ഇതെൻ്റെ സീസൺ മാത്രമാണ്. ഈ സീസണിൽ നിന്നെ കാരാഗ്രഹത്തിൽ കണ്ടു എന്ന് കരുതി അടുത്ത സീസണിലും പിശാചി വരും. എന്തിനാണെന്നറിയാമോ? നിന്നെ കാരാഗ്രഹത്തിൽ കാണുവാൻ. ശ്രദ്ധിച്ചേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സീസണിൽ കാരാഗ്രഹത്തിൽ നിന്നെ കണ്ടുവെന്ന് പറഞ്ഞ് അടുത്ത സീസണിൽ നിന്നെ കാരാഗ്രഹത്തിൽ കാണത്തില്ല. ക്യാപ്റ്റന്റെ ജയിലിനകത്ത് വന്ന് യോസഫിനെ ഈ സീസണിൽ കണ്ടവൻ അടുത്ത സീസണിൽ വന്നിട്ട് ചോദിച്ചോ, ഈ കുഴിക്കകത്തൊരുത്തൻ കിടപ്പുണ്ടായിരുന്നല്ലോ, എവിടെയാണ്? അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, അവൻ ഇപ്പോൾ ഇവിടെയില്ല, അവൻ ഇപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഹൗ ഇറ്റ് ഹാപ്പൻഡ്? അതിന് മറുപടി ഇങ്ങനെ പറയോ, യോസഫിന്റെ സീസൺ മാറി, നിങ്ങൾ അറിഞ്ഞില്ലയോ? ഇന്ന് രാത്രി അറിഞ്ഞാട്ടെ, നിന്റെ സീസൺ മാറോ, നിന്റെ പ്രതിസന്ധിയുടെ സീസൺ മാറോ, നിന്റെ നിന്ദയുടെ സീസൺ മാറോ, നിന്റെ ദാരിദ്ര്യത്തിന്റെ സീസൺ മാറോ, നിന്റെ സങ്കടത്തിന്റെ സീസൺ മാറോ, നിന്റെ പ്രതിസന്ധികളുടെ സീസൺ മാറും. സേവകർ വന്നു, അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരണം കാരാഗ്രഹ സീസൺ കഴിഞ്ഞുപോയി, കാരാഗ്രഹ സീസൺ കഴിഞ്ഞുപോയി. ഇന്ന് രാത്രികാലം നിന്റെ കാരാഗ്രഹത്തെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ഈ സീസൺ മാറോ. നിന്റെ രോഗമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, നിന്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയാകട്ടെ, ആദി കയറി ഉരുകുന്ന ജീവിത നിമിഷങ്ങളാകട്ടെ, സകല വാതിലുകളും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാകട്ടെ, പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് സീസണലാണ്, അത് ഡെസ്റ്റിനി അല്ല. ജീവിതത്തിന്റെ കഷ്ടത വരുമ്പോൾ പിശാച് നമ്മുടെ അടുക്കൽ പറയുന്നതാണ്, ഇറ്റ്സ് യുവർ ഡെസ്റ്റിനി. അബ്സലോം ദാവീദിനെതിരെ പടപൊരുതുമ്പോൾ ദാവീദ് കൊട്ടാരം വിട്ടു. ദാവീദ് യാത്ര ചെയ്ത് കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം ചെരുപ്പിടാതെ കരഞ്ഞുകൊണ്ട് കയറുന്ന സമയം അവിടെ താൻ ബഹൂരീമിലെത്തി. ബഹൂരീമിലെത്തുമ്പോൾ ബെന്യാമീൻ ഗോത്രക്കാരനായി ശൗലിൻ്റെ കുലത്തിലുള്ള ശിമൈ എന്ന് പറയുന്നവൻ കടന്നു വന്നു. ആ കടന്നു വന്നിട്ട് അവൻ പറയുന്ന ചില വാക്കുകളുണ്ട്. ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം ഇതാ ദൈവം നിന്നോട് ചോദിക്കുന്നു. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ഒറ്റ ക്വസ്റ്റ്യൻ, ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം ദാവീദിൻ്റെ കയ്യിലുണ്ടോ? ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം ദാവീദിൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. ശൗലിനെ കൊന്നെന്നുള്ള വർത്തമാനം വന്ന് പറഞ്ഞവനെ പോലും ദാവീദ് എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. ശൗലിൻ്റെ രക്തം ഒരു വിധത്തിലുമില്ല. ഇനി അടുത്തതായിട്ട് പറയുകയാണ്, യഹോവ നിന്റെ രാജ്യത്വം നീക്കി നിന്റെ മകൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ദാവീദിന്റെ സിംഹാസനം നീക്കപ്പെട്ടോ? ഒരാഴ്ചത്തേക്ക് ഒന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പക്ഷെ സസ്പെൻഷനെ നോക്കിയിട്ട് പിശാച് പറ, നീ ഇനി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തിരികെ കൊട്ടാരത്തിൽ കയറി വരത്തില്ല.
പ്രതിസന്ധികൾ വരുമ്പോൾ പിശാച് നമ്മുടെ അകത്ത് വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇറ്റ്സ് യുവർ ഡെസ്റ്റിനി, നീ തീർന്നു, ഇതാണ് നിന്റെ അവസ്ഥ, ഇത് ന്യായവിധിയാണ്, ഇത് ഗതികേടാണ്, നീ ഇങ്ങനെ നരകിച്ച് തീരത്തേയുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തി 5:22 ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ആമേൻ. ഈ സീസൺ നീ കാരാഗ്രഹത്തിൽ കിടക്കും, പക്ഷെ നിന്റെ സീസൺ മാറും. അടുത്ത സീസണിൽ നിന്നെ കാരാഗ്രഹത്തിൽ കാണാൻ കഴിയുകയില്ല. മൈ സീസൺ shall be changed. ഒരു നിമിഷം കരമടിച്ച് അതരം തുറന്നു പറഞ്ഞ്, എൻ്റെ സീസൺ ചേഞ്ച് ആകും, എൻ്റെ സീസൺ ചേഞ്ച് ആകും, എൻ്റെ സീസൺ ചേഞ്ച് ആകും. ജീസസ് 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 ജീസസ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 41:14 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 41:14 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഉടനെ ഫറവോൻ ആളയച്ച് യോസെഫിനെ വിളിപ്പിച്ചു. അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോൻ്റെ അടുക്കൽ ചെന്നു. കണ്ടോ, അതിൻ്റെ ആ അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 2 വർഷത്തോളം യോസെഫ് വിസ്മരിക്കപ്പെട്ടവനായി കടന്നുപോയി. പക്ഷെങ്കിൽ 41:14 പറയുകയാണ്, ആമേൻ, ഒരു ഫറോനിയൻ കോൾ യോസെഫിന് വേണ്ടി വന്നോ. ആമേൻ. യോസെഫ് തൻ്റെ കൂടെ കിടന്ന പാനപാത്രവാഹകന്റെ പ്രമാണിയുടെ അടുക്കൽ പറഞ്ഞത് എന്തായിരുന്നെന്നറിയാമോ? യോസെഫ് തൻ്റെ കൂടെ കിടന്ന പാനപാത്രവാഹകന്റെ പ്രമാണിയുടെ അടുക്കൽ പറഞ്ഞത്, ഈ കുഴിക്കകത്ത് എന്നെ കൊണ്ടിടാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നീ രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം, എനിക്കിവിടെ നിന്നൊരു വിടുതൽ വാങ്ങി തരണം. അപ്പോൾ യോസെഫ് തൻ്റെ കഷ്ടതയുടെ സീസണിൽ നിന്ന് വിടുതൽ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതിനകത്തുനിന്ന് എസ്കേപ്പ് ആകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ യോസെഫ് ആഗ്രഹിച്ചതുപോലെ എ വേ ടു എസ്കേപ്പ്, എ റൂട്ട് ടു എസ്കേപ്പ് അവിടെ ഓപ്പൺ ആയില്ല. ദൈവം പാനപാത്രവാഹകന്റെ ഓർമ്മയെ ബന്ധിച്ചോ. കാരണം ദൈവം യോസെഫിന്റെ അടുത്ത സീസണെ നിശ്ചയിച്ചിരുന്നത്, ആമേൻ, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങി പഴയതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ അടിമയായി ജോലി ചെയ്യാനായിരുന്നില്ല. അടുത്ത സീസൺ യോസെഫിനെ കുറിച്ച് ദൈവം നിശ്ചയിച്ചിരുന്നത്, അടുത്ത സീസൺ ഫറവോന്റെ കൊട്ടാരത്തിനകത്തായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കുന്ന വിടുതലുകൾക്കകത്ത് അടുത്ത സീസൺ നീ ആഗ്രഹിക്കുന്നത് ഒരു ലൈഫ് ഓഫ് സർവൈവൽ. എനിക്ക് ഒത്തിരി ഒന്നും പ്രതീക്ഷയില്ല, എനിക്ക് ഒത്തിരി ഒന്നും ആഗ്രഹമില്ല, ഒന്ന് ജീവിച്ചു പോകാനുള്ളതൊക്കെ എനിക്ക് ആഗ്രഹമുള്ളൂ. ആകയാൽ ഈ കാരാഗ്രഹത്തിൻ്റെ സീസൺ ഒന്ന് മാറി പഴയതുപോലെ ഏതെങ്കിലും ഒരു ആട്ടിടയ സീസണിലേക്ക്, ഏതെങ്കിലും ഒരു പൊത്തുവരുത്ത സീസണിലേക്ക് എനിക്കൊന്ന് ഷിഫ്റ്റ് ആകണം. പക്ഷേ നിന്റെ പ്രാർത്ഥനകൾ പോലെയല്ല, ദൈവത്തിൻ്റെ പ്രീ പ്ലാൻ പോലെ ദൈവത്തിൻ്റെ ഒരു പ്രീ ഡെസ്റ്റൈൻഡ് സീസൺ നിന്റെ മുമ്പിലുണ്ട്. ആ സീസണിലേക്ക് ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യും. നീ കാരാഗ്രഹത്തിൽ കാണുകയില്ല, നീ കാരാഗ്രഹത്തിൽ കാണുകയില്ല, നീ കാരാഗ്രഹത്തിൽ കാണുകയില്ല. യോസഫേ, ഇത് നിന്റെ സീസണാണ്. ദാസനായി വിൽക്കപ്പെട്ട ഒരു സീസൺ നിനക്കുണ്ടായിരുന്നു, തെറ്റിദ്ധരിക്കപ്പെട്ട സീസൺ നിനക്കുണ്ടായിരുന്നു, അടയ്ക്കപ്പെട്ട സീസൺ നിനക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ നിനക്കടുത്ത ഒരു സീസണുണ്ട്. നിന്നെ സർവ്വരാജ്യത്തിനും അധികാരിയും അധിപതിയുമാക്കി വെച്ച് നീ പറയാതെ ഇലയനങ്ങാത്ത ഒരു സീസൺ നിന്റെ മുമ്പിലുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, എൻ്റെ സീസൺ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ജീസസ്. കഷ്ടതകളെ നോക്കി എപ്പോഴും നമുക്കൊരു ഒരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഉറക്കെ പറഞ്ഞേ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ. വീണ്ടും പൗലോസ് പറയുകയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. എത്ര നാൾ നീണ്ടു നിൽക്കും ഈ കഷ്ടം? വിശ്വാസത്തോടെ പറ, നൊടി നേരത്തിനകത്ത് അത് തീരും. ജീസസ്. ആമേൻ. അപ്പോൾ എന്നെ കാരാഗ്രഹത്തിൽ കാണുകയില്ല, കാരണം എൻ്റെ സീസൺ മാറും. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കണ്ടില്ല. നിന്നെ കാരാഗ്രഹത്തിൽ കാണുകയില്ല, കാരണം നിന്റെ സീസൺ മാറും. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ യെരമ്യാവിൻ്റെ പുസ്തകം 39 അധ്യായത്തിലേക്ക് യെരമ്യാവിൻ്റെ പുസ്തകം 38 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരമ്യാവിൻ്റെ പുസ്തകം 38 അധ്യായം ആരംഭത്തിങ്കിൽ യെരമ്യാവ് പ്രവചിക്കുകയാണ്. യെരമ്യാവിൻ്റെ പുസ്തകം 38 അധ്യായത്തിൽ യെരമ്യാവ് പ്രവചിക്കുന്നു, ഇസ്രായേലിൻ്റെ മേൽ വരുവാനുള്ള, യഹൂദൻ്റെ മേൽ വരുവാനുള്ള ബാബിലോൺ അധിനിവേശത്തെക്കുറിച്ച്
സംസാരിക്കുകയാണ്. എന്നാൽ ഈ പ്രവചനത്തിന്, ഈ ശുശ്രൂഷയ്ക്ക് പ്രതിഫലം കിട്ടിയത് എന്താണെന്നറിയാമോ? യെരമ്യാവിന് അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ യെരമ്യാവെ പിടിച്ചു, കാവൽപുര മുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യെരമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യെരമ്യാവ് ചെളിയിൽ താണു. സ്തോത്രം, ആമേൻ. യെരമ്യാവെ പിടിച്ചു, കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യെരമ്യാവിനെ ഇറക്കിയത്. വെള്ളമില്ലാത്ത കുഴിയിൽ ചെളിക്കകത്ത് യെരമ്യാവ് താണുകൊണ്ടേയിരുന്നു. യെരമ്യാവ് ഒന്ന് കയറാൻ ഒരു കാലടി വെച്ചാൽ, ആമേൻ, ഇടത്തേക്കാൽ ഉയർത്തുമ്പോൾ വലത്തേക്കാലിൽ വെയിറ്റ് കൂടും. അപ്പോൾ എന്തു ചെയ്യുമെന്നറിയാമോ? പിന്നെയും അത് താഴും. പിന്നെയും, ആമേൻ, കാലൊന്ന് അനക്കിയാൽ തൻ്റെ ചെളി എന്ത് ചെയ്യുമെന്നറിയാമോ? കയറിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും യെരമ്യാവിൻ്റെ കുഴിയിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? ആമേൻ, ആമേൻ. ഒന്ന് കാൽ അനക്കിപ്പോയാൽ താഴും. ഒന്ന് മുമ്പോട്ട് പോകാൻ നോക്കിയാൽ താഴും. ആമേൻ. ഒന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ താഴും. ആമേൻ. കഴുത്ത് ഇങ്ങനെ ചെളി കയറി വരികയാണ്. കാവൽപുരമുറ്റത്തു രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിൽ ഇറക്കി. പ്രവാചകനെ ഇപ്പോൾ കുഴിയിലിട്ടോ. പക്ഷേ അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്വന്തം കുടുംബവും സ്വന്തം കുലവും സ്വന്തം രാജ്യവും തനിക്ക് എതിരായി തീർന്നപ്പോൾ, 7-ാം വാക്യം, അവർ യെരമ്യാവെ കുഴിയിലിട്ട് കളഞ്ഞുവെന്ന് രാജഗ്രഹത്തിലുണ്ടായിരുന്ന ഇസ്രായേല്യനായ യഹൂദ്യനായ എന്നല്ല എഴുതിയിരിക്കുന്നത്, കൂശ്യനായ യേബേദ് മേലേക്ക് എന്ന ഷണ്ണൻ കേട്ടോ. സ്തോത്രം, ആമേൻ. കൂശ്യനായിരിക്കുന്ന അന്യജാതിക്കാരനായിരിക്കുന്ന യേബേദ് മേലേക്ക് കേട്ടു, യെരമ്യാവെന്ന് പറയുന്ന ആ പ്രവാചകൻ ഇപ്പോൾ എന്തു സംഭവിച്ചിരിക്കുന്നു? ആ കുഴിയിലിട്ട് കളഞ്ഞെന്ന്. ആമേൻ. സ്വന്തം കുടുംബത്തിനും കുലത്തിനും ആർക്കും തോന്നാത്ത കരുണ കൂശ്യനായ യേബേദ് മേലേക്കിന് തോന്നിയിട്ട് യേബേദ് മേലേക്ക് ചെന്ന സിദക്കിയാവിൻ്റെ അടുക്കൽ ചോദിച്ചോ, ആ മനുഷ്യൻ അവിടെ കിടന്ന് ചത്തുപോകണോ? അവൻ എന്ത് ദ്രോഹം ചെയ്തുവെന്ന് ചോദിച്ചോ. സിദക്കിയാവ് ഇങ്ങനെ വാഴപ്പിണ്ടി പോലെ ആരെന്തോ പറയുന്നോ അങ്ങനെ തന്നെ സിദക്കിയാവ് യേബേദ് മേലേക്കിൻ്റെ അടുക്കൽ പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യണം? നീ പോയി അവനെ പൊക്കിയെടുത്തോളാൻ പറഞ്ഞു. 38-ാം അധ്യായം 12-ാം വാക്യം ഞാൻ കാണിക്കാം. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൂശ്യനായ യേബേദ് മേലേക്ക് ആ കുഴിയുടെ വാതിക്കൽ ചെന്ന് നിന്നു. ഒരു കയറിറക്കിയിട്ടോ. എന്നിട്ട് നമ്മുടെ ഭാഷയിൽ പറയാം, കുറച്ച് ബനിയൻ തുണിയും പഴയ വേസ്റ്റും എല്ലാം കൂടെ കൊടുത്തിട്ട് പറഞ്ഞോ, ഞാൻ കയറിറക്കി തരാം, നീ ആ ബനിയൻ തുണി എല്ലാം കൂടെ എന്ത് ചെയ്യണം? ഈ 2 കക്ഷത്തിലും വെക്കണം. എന്നിട്ട് കയറ് ഇട്ട് ഇങ്ങനെ കെട്ടണോ. എന്നിട്ട് നീ ആ കയറെ ഇങ്ങനെ തൂങ്ങി പിടിച്ചു കൊള്ളാൻ പറഞ്ഞോ. അല്ലെങ്കിൽ ഈ കഠിനമായ കയർ ഇവിടെ ലോക്ക് ചെയ്ത് ഈ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? ശരീരം മുഴുവനും മുറിഞ്ഞു പോകുക. ആമേൻ. അങ്ങനെ പഴന്തുണികൾ കക്ഷത്തിൽ വെച്ച് കയറുകൊണ്ട് കൂശ്യനായ യേബേദ് മേലേക്ക് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയാം, നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിക്കൊണ്ട് ചെന്ന് യെരമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുവാൻ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, യെരമ്യാ പ്രവാചകനെ കുഴിയിൽ നിന്ന് കയറ്റിയിട്ട് എന്ത് ചെയ്തുവെന്നറിയാമോ? കുഴിയിൽ നിന്ന് കയറ്റി എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? കുഴിയിൽ നിന്ന് കയറ്റി ആ കാവൽപുര മുറ്റത്ത് തന്നെ ഇട്ടു. എന്ന് പറഞ്ഞാൽ ഓപ്പൺ ജയിലെന്നല്ല, സെല്ലിനകത്തുനിന്ന് മാറ്റി എന്ത് ചെയ്തോ? വെളിയിലിട്ടു. അല്ലെങ്കിൽ ആ ചെളിക്കകത്ത് കിടന്ന് മൂക്കിലും വായിലും എല്ലാം ചെളി കയറി യെരമ്യാവ് മരിച്ചു പോകുക. യേബേദ് മേലക്കിൻ്റെ കരുണ കൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ. അവിടെ നിന്ന് പൊക്കി, ആമേൻ, കുഴിക്കകത്തുനിന്ന് എടുത്ത് ജയിലിൻ്റെ വാതിക്കലിട്ട് കളഞ്ഞോ. ആമേൻ. സീസൺ മാറിയില്ല, കഷ്ടതയ്ക്ക് ഒരു കുറവ് വന്നേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പ്രവാചകനെ രക്ഷിക്കാൻ കൂശ്യന് കഴിയത്തില്ല, അഭിഷക്തനെ രക്ഷിക്കാൻ കൂശ്യന് കഴിയത്തില്ല. അവൻ എവിടെ വരെ കഴിഞ്ഞുള്ളതെന്നറിയാമോ? കുഴിയിൽ നിന്നെടുത്ത് കരയിലിടാനേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകം വീണ് കിടക്കുന്ന ദൈവമക്കളുടെ അടുക്കൽ പറയാം, മനുഷ്യൻ ചിന്തിച്ച കുഴിയിൽ നിന്നെടുത്ത് ഗ്രൗണ്ടിലിടാൻ പറ്റും. പക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റാൻ, ഒരഭിഷക്തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. കുഴിയിൽ നിന്നെടുത്ത് ഗ്രൗണ്ടിലിട്ടു, തീർന്നു. ജീസസ്. പക്ഷെ 38-ാം അധ്യായം ഭരിക്കുന്നത് സിദക്കിയ രാജാവാണ്.
രാജകുമാരനായ മിൽക്കിയാവിൻ്റെ കുഴിക്കകത്ത് യെരമ്യാവിനെ ഇട്ട് കളഞ്ഞു. പക്ഷെ 39 അധ്യായം മാറി വന്നപ്പോൾ റെജീം ചേഞ്ചായി. ആമേൻ. യെരമ്യാവിനെ കുഴിയിലിട്ട സിദക്കിയാവ് ഇപ്പോൾ എന്ത് ചെയ്യപ്പെട്ടെന്നറിയാമോ? സിദക്കിയാവ് ബന്ധിക്കപ്പെട്ടോ, സിദക്കിയാവ് നാടുകടത്തപ്പെട്ടോ. 39 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 39 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 8 വാക്യത്തിലേക്ക്, ആമേൻ, 8 വാക്യത്തിലേക്ക് വരുമ്പോൾ 39:8 കൽദയർ രാജഗ്രഹത്തെയും ജനത്തിൻ്റെ വീടുകളെയും തീ വെച്ച് ചുട്ടു, യെരൂശലേമിൻ്റെ മതിലുകളെ ഇടിച്ചു. യെരമ്യാവിന് മരണക്കുഴിയിട്ട, ആമേൻ, സിദക്കിയാവിൻ്റെ രാജഗ്രഹത്തെ തീ വെച്ച് ചുട്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് കാരാഗ്രഹം വിധിക്കുന്നവൻ എന്നും സിംഹാസനത്തിൽ അരങ്ങ് വാഴുമെന്ന് നീ ചിന്തിക്കരുത്. ഒരു റെജീം ചേഞ്ച് സംഭവിക്കുക. നിന്റെ ദൈവം വിശ്വസ്തനാണ്. ജീസസ്. 9 വാക്യത്തിലേക്ക് വരുമ്പോൾ 9 വാക്യം, നഗരത്തിൽ ശേഷിച്ച ജനത്തെയും തൻ്റെ പക്ഷം ചേരുവാൻ ഓടി വന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അകമ്പടി നായകനായ നെബൂസറദാൻ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. 10 വാക്യം ഒന്ന് സന്തോഷത്തോടെ വായിച്ചേ. ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നെബൂസറദാൻ യഹൂദ ദേശത്ത് പാർപ്പിച്ചു. അവർക്കന്ന് മുന്തിരിത്തോട്ടങ്ങളും നിലങ്ങളും കൊടുത്തു. എല്ലാം ഉള്ളവൻ പിടിക്കപ്പെട്ടപ്പോൾ ഒന്നുമില്ലാത്തവൻ മുന്തിരിത്തോട്ടവും നിലവും കൈവശമായി. ഒരു റെജീം ചേഞ്ച് സംഭവിക്കുകയാണ്. ഇന്ന് രാത്രി നീ കാരാഗ്രഹത്തിൽ കിടക്കത്തില്ല. ചില റെജീമുകളെ, ചില ഭരണകൂടങ്ങളെ ദൈവം തിരുത്തിക്കൊണ്ട് ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, ചില ടെറിട്ടോറിയൽ പവേഴ്സിനെ ദൈവം തിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദേശത്തിൻ്റെ നടുവിൽ ദൈവം ഉണർവ് വരുത്തുമ്പോൾ ദേശത്ത് ഭരിക്കുന്ന ചില സ്പിരിച്വൽ റെജിമെന്റുകളെ ദൈവം പൊളിക്കുക. ചില സ്പിരിച്വൽ ടെറിട്ടോറിയൽ പവേഴ്സിനെ ദൈവം പൊളിക്കുക. ഒന്നുമില്ലാത്തവൻ മുന്തിരിത്തോട്ടം പിടിക്കും, ഒന്നുമില്ലാത്തവൻ നിലം പിടിക്കും. ഒന്നുമില്ലാത്തവന് മുന്തിരിത്തോട്ടവും നിലമൊക്കെ കൊടുത്തു. പക്ഷെ അവിടെ തീരുകയല്ല. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം അതിൻ്റെ യെരമ്യാവെ കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകനായ നെബൂസറദാനോട് ഇസ്രായേൽ രാജാവ്, ആമേൻ, അവൻ്റെ അകമ്പടിക്കാരോട് യെരമ്യാവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ബാബേൽ രാജാവ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? യെരമ്യാവിനെ കുറിച്ച് അവൻ്റെ അകമ്പടി നായകനോടും പറയുകയാണ്. ഞാൻ പറയട്ടെ, നിന്നെക്കുറിച്ച് എപ്പോഴും ടോക്ക് അറ്റ് ദ ടൗൺ ആയിരിക്കത്തില്ല. You shall not be talk of the town, but you shall be the talk of the palaces. നീ അരമനകളുടെ ഇടയിലെ സംസാര വിഷയമായിരിക്കും. യഹൂദന്റെ കൊട്ടാരത്തിൽ യെരമ്യാവിനെ പൂട്ടാൻ ഉള്ള കൽപ്പന പുറപ്പെട്ടവെങ്കിൽ കൽദയന്റെ കൊട്ടാരത്തിൽ യെരമ്യാവിനെ തുറക്കാനുള്ള ഒരു കൽപ്പനയും പുറപ്പെട്ടു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? യഹൂദന്റെ കൊട്ടാരത്തിൽ യെരമ്യാവിനെ പൂട്ടാനുള്ള കൽപ്പന പുറപ്പെട്ടെങ്കിൽ ബാബിലോണിന്റെ കൊട്ടാരത്തിൽ യെരമ്യാവിനെ മാനിക്കാനുള്ള കൽപ്പന പുറപ്പെട്ടു. എന്താണ് അടുത്ത കൽപ്പന? 12 വാക്യം. 12 വാക്യത്തിലേക്ക് വരുമ്പോൾ 12 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യെരമ്യാവിനെ കുറിച്ച് പറയുക, നീ അവനെ വരുത്തി അവൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്കാം. ഇതാരോട് പറഞ്ഞാണെന്നറിയാം? നെബൂഖദ്നേസർ തൻ്റെ ക്യാപ്റ്റനായ നെബൂസറദാനോട് പറയുകയാണ്, നീ യെരമ്യാവിനെ വിളിച്ചു വരുത്തണം, കാരാഗ്രഹത്തിൽ നിന്ന് വിളിച്ചു വരുത്തണം. നീ അവനെ ശ്രദ്ധിക്കണം, നീ അവനെ നന്നായിട്ട് നോക്കണം. എന്നിട്ട് അവന് ഒരു ദോഷവും ചെയ്യരുത്. അവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ 13 വാക്യത്തിലേക്ക് വരുമ്പോൾ 13 വാക്യം, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാഡ്, 5 പേര് ബാബേൽ രാജാവിൻ്റെ 5 പ്രഭുക്കന്മാർ കാരാഗ്രഹത്തിലേക്ക് വരികയാണ്. അകമ്പടി നായകനായ നെബൂസറദാൻ, നെബൂഷസ്ബാൻ, റബ്സാരീസ്, നേർഗൽ ഷറേസർ, റബ്മാക്, ബാബേൽ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരും കൂടി ഇപ്പോൾ എവിടേക്ക് കയറി വരികയാണെന്നറിയാമോ? കാരാഗ്രഹത്തിൽ കയറി വരിക. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യം 14 വാക്യം, യെരമ്യാവെ കാവൽപുരമുറ്റത്ത് നിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ശാഫാൻ്റെ മകനായ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചു. അടുത്ത ഭാഗം, അങ്ങനെ അവൻ ജനത്തിൻ്റെ ഇടയിൽ പാർത്തു.
ഞാൻ ആ സമയത്താണ് യെരമ്യാവിന് കിടന്ന കാരാഗ്രഹത്തിൽ പുള്ളിയെ കാണാൻ ചെന്നത്. ഞാൻ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ ഒരു തടവ് പുള്ളി കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു യെരമ്യാവുണ്ടല്ലോ, യെരമ്യാവിനെ കാണാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, യെരമ്യാവ് ഇവിടെ ഇല്ല. യെരമ്യാവ് കാരാഗ്രഹത്തിൽ നിന്ന് പോയോ? അവനെ കുഴിയിലിട്ടെന്നാ പറഞ്ഞു. ചത്തുപോയോ? നോ, ചത്തൊന്നും പോയില്ല. പിന്നെ എടുത്ത് വെളിയിലിട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെയോ റെജിമെന്റ് മാറിയത് അറിഞ്ഞില്ലേ? ബാബിലോണിൽ നിന്ന് പ്രഭുക്കന്മാർ ഈ കാരാഗ്രഹത്തിൽ കയറി വന്നു. യെരമ്യാവിനെ ഇവിടുന്ന് കൊണ്ടുപോയി. യെരമ്യാവിനെ കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. ഇപ്പൊ ചെലവൊക്കെയോ കാരാഗ്രഹത്തിൽ കിടന്നെല്ലാം പോയില്ലേ? അവൻ അവകാശമെടുക്കാൻ പണ്ട പട്ടണത്തിലേക്ക് പോയപ്പം കാവൽക്കാരുടെ പ്രധാനി ഇറങ്ങി വന്നവനെ അവിടെ ഇട്ട് അടിച്ചില്ലേ? ഒന്നും നിനക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇപ്പം പുള്ളിക്ക് വേണ്ടിയ സകലവും ബാബിലോണിലെ കൊട്ടാരത്തിൽ നിന്ന് കറക്റ്റായിട്ട് കൊടുത്തോണ്ടിരിക്കുക. നിന്റെ ദൈവം അവൻ ആർക്കും കടക്കാരനല്ല. ചിലർ കരുതി നീ എന്നും കാരാഗ്രഹത്തിൽ കിടക്കുമെന്ന്. ചിലർ കരുതി നീ ആ പൊട്ടക്കുഴിയിൽ കിടന്ന് ചെളിക്കുഴിയിൽ കിടന്ന് താഴുമെന്ന്. പക്ഷേ യെരമ്യാവേ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. യെരമ്യാവിനെ കാരാഗ്രഹത്തിൽ കാണാൻ കഴിയുകയില്ല. ഇപ്പോൾ യെരമ്യാവ് ജനത്തിൻ്റെ ഇടയിൽ പാർക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ കാരാഗ്രഹങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, യെരമ്യാവിനേക്കാൾ വലുതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. വായി തുറന്ന് പറഞ്ഞ്, യെരമ്യാവിനേക്കാൾ വലിയതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. യോസേഫിനേക്കാൾ വലിയതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സീസൺ മാറും, ഞാൻ പുറത്തു വരും. റെജി മാറും, ഞാൻ പുറത്തു വരും. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വരാം. സുപരിചിതമായ വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 6-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു. 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. ഞാൻ നമുക്ക് പത്രോസിൻ്റെ അടുക്കൽ ചോദിക്കാം, താങ്കൾ എന്തുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്നു? ആമേൻ. പത്രോസിൻ്റെ കാരാഗ്രഹം ഒരു സീസണൽ കാരാഗ്രഹമായിരുന്നില്ല. പത്രോസിൻ്റെ കാരാഗ്രഹം ആമേൻ ഒരു നൊടി നേരത്തേക്കുള്ള പ്രശ്നമായിരുന്നില്ല. പകരം പത്രോസിൻ്റെ കാരാഗ്രഹം ഒരു ഡോറായിരുന്നു. എന്തിലേക്കുള്ള ഡോറെന്നറിയാമോ? പത്രോസിൻ്റെ മരണത്തിലേക്കുള്ള ഒരു ഡോറ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ. അപ്പോൾ ഇതൊരു പ്രീ പ്ലാൻഡ് പ്രൊസീജിയറാണ്. ആദ്യം പത്രോസിനെ പിടിച്ചിട്ട് കുറച്ച് ദിവസം എന്ത് ചെയ്യുക? പത്രോസിനെ കുറച്ച് ദിവസം പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് അടച്ചിട്ടിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവനെ ജനത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തുക. എന്നിട്ട് ജനം മുഴുവനും ഇവനെ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, അവനെ പട്ടണത്തിൻ്റെ നടുവിൽ പരിഹാസകോലമാക്കുക. അടുത്തത് എന്താണെന്നറിയാമോ? പട്ടണം കാണുക, കഴുത്തറത്തോ തൂക്കിക്കൊന്നോ അടിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊല്ലുക. 1 by 1 ആയിട്ട് സ്ട്രാറ്റജിക്കൽ മൂവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നാളെ രാവിലെ നടക്കുവാൻ വേണ്ടി പിശാചി ചില പ്ലാനുകളോടെ, പിശാചി ചില പദ്ധതികളോടെ, പിശാചി ചില ഉദ്ദേശങ്ങളോടുകൂടെ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ പറയട്ടെ, ചില കാരാഗ്രഹങ്ങളുടെ പിമ്പിൽ, ചില പ്രശ്നങ്ങളുടെ പിമ്പിൽ പിശാച് ഇന്ന് നിന്നെ ദണ്ഡിപ്പിക്കണമെന്നല്ല ചിന്തിക്കുന്നത്, പകരം നാളെ നിനക്ക് പണി തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആമേൻ. നാളെ നിനക്ക് പണി തരാനാണ് അവൻ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ഇന്ന് നിന്നെ ബന്ധിക്കുന്നത്, ഇന്ന് നിന്നെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു ലോക്കിനകത്ത്, ഇന്ന് നിന്നെ ശുശ്രൂഷിപ്പാൻ കഴിയാത്ത ഒരു ലോക്കിനകത്ത്, ഇന്ന് നിന്നെ ആരാധിക്കാൻ കഴിയാത്ത ഒരു ലോക്കിനകത്ത് അവൻ എവിടെയെങ്കിലും നിന്നെ കൊണ്ടുവന്ന് ഇംപ്രിസൺ ചെയ്യുന്നെങ്കിൽ അവൻ നാളെ നിന്നിൽ ചിലത് ചെയ്യാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവൻ ഇന്ന് നിന്നെ ലോക്ക് ചെയ്യുന്നത്. പത്രോസിനോടുള്ള പകയ്ക്കകത്തോ പത്രോസിനുള്ള ശിക്ഷയോ ആയിരുന്നില്ല
പകരമോ നാളെ തനിക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഒരു കാരാഗ്രഹം പണിതിരുന്നത്. പക്ഷേ ഏഴാം വാക്യത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഞാൻ പറയട്ടെ, ഒരു ടൈം വെച്ചിട്ട്, ഒരു സമയക്രമം വെച്ചിട്ട് ഹെരോദാവ് പ്ലാൻ ചെയ്തു വെക്കുമ്പോൾ ദൈവം അതിന് മുന്നമേ കയറി പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതനെ അയച്ചിട്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക്, നമുക്ക് സുപരിചിതമായ ഭാഗമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. 11-ാം വാക്യം: പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും വിടുവിച്ചു. ആമേൻ. ഇവിടെ പത്രോസിന്റെ കാരാഗ്രഹം ചിലരുടെ പ്രതീക്ഷകളുടെ, ചിലരുടെ സ്ട്രാറ്റജികളുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എന്ത്? പത്രോസിന്റെ കാരാഗ്രഹം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കാരാഗ്രഹം പൊളിയണമെങ്കിൽ ചിലരുടെ സ്ട്രാറ്റജികൾ പൊളിയണോ, ചിലരുടെ പ്ലാനുകൾ പൊളിയണോ, ചിലരുടെ പദ്ധതികൾ പൊളിഞ്ഞാലേ നിന്റെ കാരാഗ്രഹം പൊളിയത്തുള്ളൂ. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, നിന്റെ കാരാഗ്രഹം പൊളിക്കുമ്പോൾ ചിലരുടെ പദ്ധതികളെയാണ് ദൈവം പൊളിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ ഏതൊക്കെ സ്ട്രാറ്റജിക്കൽ പദ്ധതികൾ നിന്റെ പൂർവിക തലമുറകൾക്കകത്ത് പിശാചിന്റെ ദൂതന്മാര്, ആഭിചാരകന്മാരും മന്ത്രവാദികളോ കഠിന ഹൃദയന്മാരും ഇരുന്ന് നിനക്ക് പണി തരുമെന്ന് കരുതിക്കൂട്ടി എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങുമ്പോൾ he shall break the policies. Los പത്രോസിനെ കാരാഗ്രഹത്തിൽ കാണുന്നില്ലല്ലോ. എന്തു കാരണം? കാരാഗ്രഹം പൊളിച്ചോ? കാരാഗ്രഹമല്ല പൊളിച്ചത്, യഹൂദ ജനത്തിൻ്റെ പ്രതീക്ഷയാണ് പൊളിച്ചത്. ഞാൻ ഇന്ന് രാത്രി എൻ്റെ ദൈവമക്കളുടെ അടുക്കൽ ഒരു കാര്യം പറയാം. നിങ്ങളുടെ പല കാരാഗ്രഹങ്ങളും നിങ്ങൾക്കെതിരെയുള്ള ചിലരുടെ, ഞാൻ പറഞ്ഞതിനെ ഒന്നും കൂടെ പറയാം, നിങ്ങളുടെ പല പ്രശ്നങ്ങളും നിങ്ങൾക്കെതിരെയുള്ള ചിലരുടെ പ്രതീക്ഷകളാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് അന്യഭാഷകളിൽ സംസാരിച്ചേ. നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ചിലർക്ക് ചില പ്രതീക്ഷയുണ്ട്. അത് ചിലപ്പോൾ നിന്റെ കുഞ്ഞുനാളിൽ തുടങ്ങി നിന്നെ വേട്ടയാടുന്നതായിരിക്കാം. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം അധരം തുറന്ന് ശക്തമായ അന്യഭാഷകളിൽ കരമടിച്ച്, നിന്റെ കുഞ്ഞിനെ കുറിച്ച് അവന് ചില പ്രതീക്ഷയുണ്ട്. നിന്റെ ശുശ്രൂഷയെ കുറിച്ച് അവന് ചില പ്രതീക്ഷയുണ്ട്. നീ കാറെ കയറി നടക്കുന്നത് കാണുമ്പോൾ അവന് ചില പ്രതീക്ഷയുണ്ട്. നീ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവന് ചില പ്രതീക്ഷയുണ്ട്, പൊളിക്കുമെന്ന്. നോ, ചില റോങ് എക്സ്പെക്ടേഷനുകൾ കട്ട് ചെയ്യപ്പെടട്ടെ, ചില റോങ് എക്സ്പെക്ടേഷനുകൾ ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. റോങ് എക്സ്പെക്ടേഷൻസ് ഐ ബ്രേക്ക് ഇറ്റ് ഇൻ ജീസസ് നെയിം. ജീസസ്, നിനക്കെതിരായ റോങ് എക്സ്പെക്ടേഷൻസ് ബ്രേക്ക് ചെയ്യണം. നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരായ റോങ് എക്സ്പെക്ടേഷൻസ്. നിന്റെ കുഞ്ഞിന് 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടിയപ്പോൾ പറഞ്ഞു, 10ൽ എല്ലാവർക്കും മാർക്ക് കിട്ടും, +2ൽ ഇതൊന്നും നടക്കത്തില്ല. +2ൽ മാർക്ക് കിട്ടിയ പറഞ്ഞു, ഇപ്രാവശ്യം എല്ലാവർക്കും അതിനൊക്കെ മാർക്കുണ്ട്, വിട്ടാലും ഒന്നും ആവത്തില്ല. അവൻ്റെ അപ്പൻ ഇതിനൊക്കെ പഠിച്ചതല്ലേ, അവൻ്റെ അമ്മ ഇതിനൊക്കെ പഠിച്ചില്ലേ, ഒന്നും ആവത്തില്ലെന്നേ. റോങ് എക്സ്പെക്ടേഷൻസ് ഈ രാത്രികളിൽ നിന്റെ മുഴങ്കാലുകളിൽ മടങ്ങി ബ്രേക്ക്. All the wrong expectations, all the devilish expectations against you and your family, break it in Jesus' name. ഓരോ ദൈവമനുഷ്യനുമെതിരെ ഒരു റോങ് എക്സ്പെക്ടേഷൻ ഉണ്ട്. നിങ്ങൾ എവിടെയും ശ്രദ്ധിച്ചു നോക്ക്. ഓരോ ദൈവമനുഷ്യനുമെതിരെ ഒരു റോങ് എക്സ്പെക്ടേഷൻ ഉണ്ട്. യോസഫിനെ നോക്കി സഹോദരന്മാർ പറയും, ഇവന്റെ സ്വപ്നം എന്തോ ആകുമെന്ന് കാണാമല്ലോ. റോങ് എക്സ്പെക്ടേഷൻ. ആമേൻ.
ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, റോങ് എക്സ്പെക്ടേഷനുകൾ എൻ്റെ മേൽ സംഭവിക്കത്തില്ല. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഡെലിവേർഡ് ഫ്രം ഓൾ ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ജ്യൂസ്. ഒരു ജാതിക്ക് മുഴുവനുമുള്ള പ്രതീക്ഷകൾ, പദ്ധതികളെ ദൈവം പൊളിച്ചു കളഞ്ഞു. ഒരു ദൂതൻ ഇറങ്ങി. ഇന്ന് രാത്രി നിനക്കെതിരായ ചില ഡെവിളിഷ് ഡിമോണിക് എക്സ്പെക്ടേഷനുകൾ നീ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ നീ പിന്നെ കാരാഗ്രഹത്തിൽ കാണുകയില്ല. നിന്നെ കാരാഗ്രഹത്തിൽ കാണുന്നില്ലല്ലോ, നിന്നെ കാരാഗ്രഹത്തിൽ കാണുന്നില്ലല്ലോ. കാരണം അവൻ്റെ പ്രാർത്ഥന മുറിയിൽ അവൻ ചില റോങ് എക്സ്പെക്ടേഷനുകളെ ബ്രേക്ക് ചെയ്തു. ആമേൻ. നീ നിന്റെ റോങ് എക്സ്പെക്ടേഷനുകളെ, നിനക്കെതിരായ റോങ് എക്സ്പെക്ടേഷനുകളെ ബ്രേക്ക് ചെയ്യുമ്പോൾ, നിനക്കെതിരായ എതിർ പ്രാർത്ഥനകളെ നീ പൊളിക്കുമ്പോൾ, നിനക്കെതിരായ ശാപ ചിന്താഗതികളെ നീ പൊളിക്കുമ്പോൾ, ദൂതനിറങ്ങട്ടെ, 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 ദൂതനിറങ്ങട്ടെ. ജീസസ്, ജീസസ്. ആമേൻ. മുമ്പോട്ട് പോകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, കാരാഗ്രഹത്തിൽ കിടന്ന യോസെഫ് അതൊരു സീസണലായിരുന്നു. കാരാഗ്രഹത്തിൽ കിടന്ന യെരമ്യാവ് ഒരു റെജീം ചേഞ്ച് ചെയ്ത് ദൈവം മാറ്റി. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസ് അത് ചിലരുടെ പ്രതീക്ഷകളുടെ പോരായിരുന്നു. പക്ഷെ ദൂതൻ ഇറങ്ങി അതിനെ പൊളിച്ചു. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം എപ്പോഴും നമ്മൾ പറയുന്ന ഭാഗമാണ്. പൗലോസും ശീലാസും, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, 14-ാം അധ്യായത്തിൽ പൗലോസും ബർന്നബാസും ചേർന്ന് നിന്നു. ഇന്ദ്രനും ബുധനുമാണെന്ന് പറഞ്ഞു. പക്ഷേ 15-ാം അധ്യായത്തിൽ പൗലോസും ബർന്നബാസും തെറ്റി. പൗലോസ് ബർന്നബാസിനെ വിട്ടിട്ട് ശീലാസിനെ പിടിച്ചു. പക്ഷേ കണക്ഷൻ റൈറ്റ് ആയില്ല. പകരം അവസാനം എന്ത് സംഭവിച്ചെന്നറിയാമോ? അടിയുടെ പൂരമായിരുന്നു. അടി കൊണ്ട് കാരാഗ്രഹത്തിലേക്ക് കടന്നു വന്നു. ഞാൻ അതിൻ്റെ പോയിന്റിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 16:23 അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. ഇപ്പോൾ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്ത് സൂക്ഷ്മതയോടെ കാപ്പാൻ പറഞ്ഞു. അപ്പോൾ ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇവർ എന്തു ചെയ്യണം? ഇവർ കാരാഗ്രഹത്തിൽ തന്നെ കിടക്കണം. ഇവരെ കാരാഗ്രഹത്തിൽ തന്നെ കിടക്കണം. കാരാഗ്രഹത്തിൽ തന്നെ കിടക്കണം. കാരാഗ്രഹത്തിൽ നിന്ന് ഇവർ പുറത്തു പോകരുത്. പക്ഷെങ്കിൽ അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്കറിയാം. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു. ചന്തസ്ഥലത്ത് കിടന്ന് 39 അടി കൊണ്ട്, ആമേൻ, നടു റോഡിൽ കൂടെ വലിച്ചഴച്ച് വലിയ പാറക്കല്ലുകൾ പാകിയ, 4-2 വലിയ നീളമുള്ള ഉഗ്രൻ പാറക്കല്ലുകൾ പാകിയ ആ റോഡിൽ കൂടെ വലിച്ചഴച്ച് അകത്ത് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട് പുറം മുഴുവൻ തോല് പൊളിഞ്ഞു കിടക്കുന്ന ഈ 2 മനുഷ്യർ പച്ച ചോരയുടെ ഗന്ധമുള്ള ശരീരത്തെ വകവയ്ക്കാതെ, നൊന്തു നുറുങ്ങുന്ന ശരീരത്തിൻ്റെ വേദനയെ വകവെക്കാതെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ആമേൻ. പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ടു എന്നല്ല പറഞ്ഞത്. ഇത്രയും അടികൊണ്ട ഇടത്തിൽ ഇവർ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ എന്ത് ചെയ്തെന്നറിയാമോ? പാടി സ്തുതിച്ചു. ആമേൻ. പ്രാർത്ഥിച്ച് അവർ ഒരു വിടുതലിനെ പ്രതീക്ഷിച്ചല്ല ആരാധിച്ചത്. പകരം അവരുടെ കഷ്ടതയെ തൃണവൽക്കരിച്ചുകൊണ്ട് അവർ ആരാധിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, കർത്താവ് അവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുകയായിരുന്നില്ല. ഒരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നുപോയി. എന്ന് പറഞ്ഞാൽ ആ ജയിൽ മുഴുവൻ എന്തായിപ്പോയി? കൊളാപ്സായി പോയി. ആ ജയിൽ പിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. പക്ഷേ രാത്രി 12 മണിയായപ്പോൾ കാരാഗ്രഹവാതിലുകളെല്ലാം തുറന്നു. പൗലോസും ശീലാസും എന്ത് ചെയ്തില്ല? പുറത്തേക്ക് പോയില്ല. കാരണം പൗലോസിനും ശീലാസിനും ഒരു കാര്യം അറിയാം. ജയിലിൽ ചാടാനല്ല ദൈവം എന്നെ വിളിച്ചത്. ജയിലിൽ ചാടാനല്ല ദൈവം എന്നെ വിളിച്ചത്. ആമേൻ. പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഞാനതിൻ്റെ താഴ്ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയാം. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ അവർ 31 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി മനസ്സിലാവും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് കാരാഗ്രഹ പ്രമാണിയുടെ അടുക്കൽ പറഞ്ഞു. 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അടുത്ത വാക്യം 33-ാം വാക്യം, അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടു പോയി അവരുടെ മുറിവുകൾ കഴുകി. താനും തനിക്കുള്ളവരും എല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. മലയാളം അങ്ങനെ വായിച്ചാൽ താമസിയാതെ ആ ഒരാഴ്ചക്കകത്ത് സ്നാനമേറ്റെന്നാണോ?
and was baptized, he and all his straightway. ഉടൻ തന്നെ രാത്രി 12 മണി വരെ കാരാഗ്രഹത്തിൽ പാട്ടും പ്രാർത്ഥനയൊക്കെ കേൾക്കായിരുന്നു. പക്ഷേ പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞാൽ പിന്നെന്തുവാ ഉള്ളത്? പ്രസംഗം. പക്ഷേ പൗലോസ് പറഞ്ഞു കാരാഗ്രഹത്തിലല്ല പ്രസംഗം, നമുക്ക് സ്റ്റേജ് അപ്പുറത്തെ വീട്ടിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ പൗലോസും ശീലാസും അവിടെ ഇല്ല. അവരുടെ അടുക്കൽ ചോദിച്ചു, ഇന്നലെ വൈകിട്ട് ഇവിടെ 2 പേരെ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലിട്ടല്ലോ, അവരെവിടെ? അവർ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുക. ഈ നട്ടപ്പാതിരേക്കോ? കാരാഗ്രഹ പ്രമാണി ഒന്നും അറിഞ്ഞില്ലേ? പുള്ളിയുടെ കൂടെ പോയേക്കുന്നേ. എവിടെയാ പോയത്? പുള്ളിയുടെ വീട്ടിലാ പോയേക്കുന്നേ. പ്രസംഗം കഴിഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരോട് അടുത്ത പരിപാടി ഒപ്പിച്ചു. എന്താണെന്നറിയോ? സ്നാനവും നടത്തി. ആ രാത്രി തന്നെ സ്നാനവും നടത്തി. അന്ന് രാത്രി പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങി ഇല്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവനെ കാരാഗ്രഹത്തിൽ ഒതുക്കാൻ കഴിയുകയില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടാകണം. പ്രാർത്ഥന ഞരങ്ങിക്കരഞ്ഞ് സങ്കടപ്പെട്ട്, യോ എന്നാലും എനിക്ക് ഗതി വന്നല്ലോ, ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ ദൈവമേ ഇറങ്ങി വന്നത്, എന്നാലും ഞാൻ ഇറങ്ങി വന്നിട്ട് എനിക്ക് ഈ തല്ലി മൊത്തോ കൊള്ളേണ്ടി വന്നല്ലോ. പ്രതിസന്ധികൾക്കകത്തും ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന, ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്തുതിയുടെ പാഴ്സലിനകത്ത് പൊതിഞ്ഞു കൊടുക്കണം. സ്തുതിയുടെ പാഴ്സലിനകത്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് നല്ല ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഒരു മുഷിഞ്ഞ പേപ്പറിനകത്ത്, ഒരു ന്യൂസ് പേപ്പറിനകത്ത് ചുരുട്ടിക്കൂട്ടി നിങ്ങൾക്ക് കൊണ്ടു തന്നാൽ, അത് എത്ര നല്ല സ്നാക്കാണെങ്കിലും, എത്ര നല്ലയാളുടെ സ്നാക്കാണെങ്കിലും നിങ്ങളത് വാങ്ങി കഴിക്കുമോ? കഴിക്കുകയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഏതെങ്കിലും മക്ഡൊണാൾഡ്സിൻ്റെ, KFCയുടെ ഏതെങ്കിലുമൊക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ മേടിച്ചാൽ ആ സാധനം തുറന്നു കാണുന്നതിന് മുന്നമേ തന്നെ അതിൻ്റെ പാക്കിങ് നമ്മളെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആകർഷിപ്പിക്കും. ഞാൻ പറയട്ടെ, നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും സ്തുതിയുടെ പാക്കിങ്ങിനകത്ത്, ആരാധനയുടെ പാക്കിങ്ങിനകത്ത്, നന്ദിയുടെ പാക്കിങ്ങിനകത്ത് നമ്മൾ പാഴ്സൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് ഏറ്റവും മുൻപന്തിയിൽ ചെല്ലുന്നതായിരിക്കും. ഏറ്റവും മുൻപന്തിയിൽ. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ഞാനിങ്ങനെ പറയും, ചേവകർ ചെന്നു കാരാഗ്രഹത്തിൽ അവരെ കാണാതെ മടങ്ങി വന്നു. എന്തുകൊണ്ട്? അവർ ശുശ്രൂഷയുള്ളവരായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പണമുള്ളവനെ കാരാഗ്രഹത്തിൽ ഒതുക്കാൻ കഴിയും. ആമേൻ. ബന്ധങ്ങളുള്ളവനെ കാരാഗ്രഹത്തിൽ ഒതുക്കാൻ കഴിയും. രാഷ്ട്രീയ പിടിപാടുള്ളവനെ കാരാഗ്രഹത്തിൽ ഒതുക്കാൻ കഴിയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ശുശ്രൂഷയുള്ളവനെ കാരാഗ്രഹത്തിൽ ഒതുക്കാൻ കഴിയുകയില്ല. പൗലോസ്, ശീലാസ്, നിന്നെ എന്തുകൊണ്ട് രാത്രിയിൽ ജയിലർ പുറത്തു കൊണ്ടുപോയി? പൗലോസ് പറയും, എൻ്റെ അകത്ത് ശുശ്രൂഷ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നില്ല. ജീസസ്, 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 ജീസസ്. ഈ പൗലോസിൻ്റെ ചില ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പൗലോസ് ഭയങ്കര അഡമൻ്റായിരുന്നു കേട്ടോ. 36 വാക്യത്തിലേക്ക് വരുമ്പോൾ 35 വാക്യം, 34 വാക്യം കൂടെ വായിച്ചിട്ട് പോകാം. 34 വാക്യം. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു, അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. കാരാഗ്രഹത്തിൽ കിടക്കേണ്ട പുള്ളികളായിപ്പം കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ പോയിരുന്ന് നേരം വെളുക്കുന്നതിന് മുമ്പേ, നേരം പുലർന്നിട്ടില്ല, 34 വാക്യത്തിലാണ് ഇവർ ഫുഡ് കടിച്ചിട്ട് സന്തോഷിക്കുന്നത്. 35 വാക്യം, നേരം പുലർന്നപ്പോൾ. അപ്പം നേരം പുലരുന്നതിന് മുമ്പ് ഇത്രയും പരിപാടികൾ അവർ ഒപ്പിച്ചു. എന്നിട്ട് 35 വാക്യം, നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ചു, ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറയിച്ചു. 36 വാക്യം, കാരാഗ്രഹ പ്രമാണി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു, നിങ്ങളെ വിട്ടയപ്പാൻ അധിപതികൾ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവീനെന്ന് പറഞ്ഞു. അത്രയും നേരം പാപമായി നിന്ന പൗലോസിൻ്റെ മൂടങ്ങ് മാറി. 37 വാക്യം,
പൗലോസ് അവരോട്, റോമ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടിപ്പിച്ച് തടവിലാക്കി. ഇപ്പൊ പോട്ട് മോനെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നു. അങ്ങനെയല്ല. അവൻ കോൽക്കാരെ വിട്ട് പറഞ്ഞാൽ പോരാ. പറഞ്ഞ ആള്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ DGP ഇവിടെ വന്ന് എൻ്റെ അടുക്കൽ പറഞ്ഞ് എന്നെ സല്യൂട്ട് അടിക്കാതെ ഞാൻ പുറത്തു പോകത്തില്ലെന്ന്. എൻ്റെ പൊന്നു പൗലോസെ, കിട്ടിയ വിടുതൽ വലിയ കാര്യമെന്ന് പറഞ്ഞ് സ്വോത്രം പറഞ്ഞങ്ങ് പോയാൽ പോലെ. പൗലോസ് പറയാം, അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ലെന്നേ. ഞാൻ ക്വാളിറ്റിയുള്ള ഒരു അഭിഷക്തനാണെന്ന്. എന്നെ അങ്ങനെ ആരുടെ ഔദാര്യത്തിൽ ജയിലിൽ ചാടിയവനെ പോലെ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി 12 മണിക്ക് ജയിൽ തുറന്നപ്പോൾ എനിക്ക് ആ വഴി അങ്ങ് പോയാൽ പോരായിരുന്നു. അങ്ങനെ പോകാതെ ഞാനിവിടെ ഇരുന്നത് എന്നെ ഇവിടുന്ന് നല്ല രാജകീയമായിട്ട് തന്നെ പറഞ്ഞയക്കണം. 38 വാക്യത്തിലേക്ക് വരുമ്പോൾ, കോൽക്കാര വാക്ക് അധിപതികളോട് ബോധിപ്പിച്ചാറേ അവർ റോമ പൗരന്മാരെന്ന് കേട്ട് അവർ ഭയപ്പെട്ട് ചെന്ന് അവരോട് നല്ല വാക്ക് പറഞ്ഞു. അടുത്ത ഭാഗം ഒന്ന് പൈസേ. അടുത്ത ഭാഗം, അവരെ പുറത്തു കൊണ്ടുവന്നു പട്ടണം വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. തലേ രാത്രി പറഞ്ഞത് ഇവന്മാരെ നോക്കിക്കോണമെന്ന്. എന്നിട്ട് നേരം വെളുത്തപ്പം പറഞ്ഞു അവരെ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ലെന്നേ. ഇപ്പൊ DGP വന്നിട്ട് പറയാ, സാറേ ഇവിടുന്ന് അങ്ങ് പോകാമോ പ്ലീസ്? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ ശുശ്രൂഷയാണ് നിന്റെ സ്വാതന്ത്ര്യം. നിന്റെ ശുശ്രൂഷയാണ് നിന്റെ സ്വാതന്ത്ര്യം. ഞാൻ വേഗത്തിൽ 1-2 ഭാഗങ്ങൾ പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, മത്തായി സുവിശേഷം 27-ാം അധ്യായം, മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അന്ന് ബറബാസ് എന്ന ശ്രുതിപ്പെട്ട ഒരു തടവുകാരനുണ്ടായിരുന്നു. ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ. നല്ല വാക്ക്, ശ്രുതിപ്പെട്ട തടവുകാരൻ. ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന്, കാപ്പ കേസ് ആളുണ്ടെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. ശ്രുതിപ്പെട്ട ഒരു തടവുകാരനുണ്ടായിരുന്നു ബറബാസ്. എന്നാൽ ഒരു പെസഹ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ആളിനെ കാരാഗ്രഹത്തിൽ കാണാനില്ല. ഒരു പെസഹ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ആളെന്തില്ല, കാരാഗ്രഹത്തിലില്ല. ആൾക്കാർ എന്ന് ചോദിച്ചു, നമ്മുടെ ബറബാസ് എന്തിയെ പുറത്തിറങ്ങിയോ? അവനിവിടെ ഇല്ലയോ? ബറബാസ് കാരാഗ്രഹത്തിൽ നിന്ന് പോയി. അയ്യോ, ഒരു 3-4 തല്ല് കേസല്ലായിരുന്നോ? ഒരുത്തനെ കൊന്ന കേസല്ലേ? അതെങ്ങനെ പോയോ? അവന് ഭയങ്കര മരണവിധി കൽപ്പിച്ചിരുന്നതല്ലേ? അവനെ ജീവപര്യന്തം തടവിനിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നല്ലേ? അവനെ എങ്ങനെയാ പറഞ്ഞു വിടുന്നത്? അത് മാത്രമല്ല, അവന് വലിയ പിഴ ഒടുക്കാനില്ലായിരുന്നോ? പ്രായശ്ചിത്ത തുക കെട്ടിവെക്കാനില്ലേ? അവനെങ്ങനെ പുറത്തു വന്നു? അവർ പറഞ്ഞു, കഴിഞ്ഞ പെസഹാ ദിനത്തിൽ ഒരു 33.5 വയസ്സുള്ള ചെറുപ്പക്കാരനെ പീലാത്തോസിന്റെ അരമനയുടെ മുമ്പാകെ കൊണ്ടു നിർത്തി. നേരം വെളുക്കുന്ന ഏതാണ്ട് 8 മണിക്ക് മുമ്പേ കൊണ്ടുവന്ന് നിർത്തിയ മനുഷ്യന്റെ മുമ്പാകെ പട്ടണം മുഴുവനും നിന്ന് ആക്രോശിച്ചു. അവനൊരക്ഷരവും മിണ്ടിയില്ല. ജനം പറഞ്ഞു, അവൻ ക്രൂശിക്കപ്പെട്ടാൽ ബറബാസ് പുറത്തു വരുമെന്ന്. ബറബാസ് പുറത്തുപോയി. അപ്പം ബറബാസിന്റെ മരണവിധി അതാ 33.5 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ്റെ മേളിൽ ചുമത്തി കൊടുത്തു. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? അയാളെ ഇവിടിട്ട് ഗബത്തയിലിട്ട് അടിച്ച് പഞ്ചറാക്കി ഒരു മരക്കുരിശും ചുമന്ന് അയാൾ വീണ ഗോൽഗോത്തയുടെ ഇത് പോയി. ആ ഗോൽഗോത്തയിൽ അയാൾക്ക് കയറാൻ പറ്റാതെ അവസാനം കുറേനക്കാരനായില്ല, അവൻ കണ്ടെത്തി വന്നപ്പോൾ അവനെ വലിച്ച് ക്രൂശ് തള്ളിക്കൊടുത്തു. അങ്ങനെ വലിച്ചെടുത്ത് ആ മണ്ടയ്ക്ക് ചെന്ന് ആ 2 കള്ളന്മാരുടെ കൂടെ അവനെ ക്രൂശിച്ചു കൊന്നു. നട്ടുച്ചയ്ക്ക് അവൻ ഓർമ്മയില്ലേ, കഴിഞ്ഞ ആഴ്ച നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായത്? അത് അവൻ ചത്തപ്പോഴായിരുന്നു. അവൻ മരിച്ച ദിവസത്തിൽ ബറബാസ് പുറത്തു വന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, ഞാനും നീയും കാരാഗ്രഹത്തിൽ കിടക്കത്തില്ല. കാരണം എനിക്ക് പകരം ഒരുവൻ മരിച്ചു. എന്നെ കാരാഗ്രഹത്തിൽ കാണുകയില്ല. എനിക്ക് പകരം ഒരുവൻ മരിച്ചു. എൻ്റെ പ്രായശ്ചിത്ത തുക അവൻ കെട്ടിവെച്ചു. എൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. എൻ്റെ പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തി. എന്ന അതിക്രമം നിമിത്തം
അവൻ തകർക്കപ്പെട്ടു. എൻ്റെ പാപങ്ങൾ നിമിത്തം അവൻ ശിക്ഷിക്കപ്പെട്ടു. എൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. ആമേൻ. അവൻ്റെ അടിപ്പിണരുകളിൽ എനിക്ക് ശിക്ഷ, എൻ്റെ ശിക്ഷകൾ അവൻ പൂർണ്ണമായി വഹിച്ചെടുത്തു. ആമേൻ. ഇന്ന് രാത്രി എന്നെ ഇനി കാരാഗ്രഹത്തിൽ കാണാൻ കഴിയത്തില്ല. എന്നെ കാരാഗ്രഹത്തിൽ കാണാൻ കഴിയത്തില്ല. കാരണം എനിക്ക് പകരം ഒരുവൻ എൻ്റെ ശിക്ഷകളെ ഏറ്റെടുത്തു. ദാനിയേലിനെ സിംഹക്കുകയിൽ കാണാൻ കഴിയത്തില്ല. കാരണം അവനെ ദൂതനിറങ്ങി പുറത്തെടുത്തോ. ഇന്ന് രാത്രി അറിഞ്ഞാട്ടെ, ആമേൻ, ശുശ്രൂഷയുള്ളവനെ അകത്തു വെക്കാൻ കഴിയത്തില്ല. ചേവകർ ചെന്ന് കാരാഗ്രഹത്തിൽ നോക്കി അവരെ കാണാതെ മടങ്ങി വന്നോ. പിന്നെ അവരെവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അവർ ദൈവാലയത്തിൽ നിന്ന് വചനം പ്രസംഗിക്കുന്നുവെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൂതനില്ലെന്ന് പറഞ്ഞ സദൂക്യരുടെ മുൻപാകെ, ആത്മാവില്ലെന്ന് പറഞ്ഞ സദൂക്യരുടെ മുൻപാകെ ദൈവം തെളിയിച്ചു കൊടുത്തു. ദൂതനില്ലെങ്കിൽ ആരാടാ കാരാഗ്രഹം തുറന്നത്? ആത്മാവില്ലെങ്കിൽ ആരാടാ അവരെ പുറത്തിറക്കിയത്? ഇന്ന് രാത്രി ശ്രുതിപ്പെട്ട തടവുകാരാ, നീ കാരാഗ്രഹത്തിൽ ജീവിക്കത്തില്ല.